അടക്കി നിൽക്കുന്നു അവിടം ദൈവത്തിൻ മനസ്സുപോൽ തെളിഞ്ഞലിഞ്ഞതാണെന്നും അവർ പറയുന്നു. തിരുവാറന്മുളയപ്പൻ ഞങ്ങളുടെ കുടുംബാംഗമാണ്, കാരണവരാണ്. ഓർമ്മ ആയ ആ സമയം തൊട്ട് ആ പേരിങ്ങനെ കേട്ടാണ് ഞങ്ങളൊക്കെ വളരുന്നത്. ആറന്മുള തറവാടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ്. അമ്മയുടെ ജോലി ഇവിടെയായിരുന്നു. ജനിച്ചും വളർന്നൊക്കെ തിരുവനന്തപുരത്താണ്. അവധിക്കാലങ്ങളിലാണ് മിക്കവാറും ആറന്മുള പോകുന്നത്. എല്ലാ അവധിക്കാലങ്ങളിലും പോകാറുമില്ല. അപ്പോൾ ആ ഓർമ്മകളാണ് എപ്പോഴും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. പിന്നെ അമ്മ എപ്പോഴും അമ്മയുടെ അമ്മച്ചിയമ്മയും എപ്പോഴും ആറന്മുളയെ പറ്റിയും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ കഥകളും അവിടുത്തെ ഐതിഹ്യങ്ങളും പമ്പയാറും 18-ാം പടിയും തിരുവാറന്മുളയപ്പനെയും അവിടെ പ്രതിഷ്ഠിച്ച കഥകളും എല്ലാം, പിന്നെ വാഴവേൽ തറവാടും അമ്പലവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ പുരാണ കഥകൾ കേൾക്കുന്ന പോലെ മനസ്സ് നിറഞ്ഞ് ആ ഒരു വലിയ ഒരു അവിഛിന്നമായൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു. അതിന്നും തുടരുന്നു. അവധിക്കാലത്ത് പോയാൽ അത് പ്രത്യേക രസമാണ്. ബസ്സിലാണ് ഇവിടുന്ന് പോകുന്നത്. ബസ്സിൽ പോയാൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്ത് ആ പുതിയ റോഡാണ് വന്നത്. മറുവശത്ത് ഞങ്ങളുടെ പുരയിടം ആയിരുന്നു ഒരു കാലത്ത്. അവിടെ ബസ് നിൽക്കുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് ഒറ്റ ഓട്ടമാണ് തറവാട്ടിലേക്ക്. അപ്പോൾ മിക്കവാറും കാണുന്ന കാഴ്ച, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ തിണ്ണയിൽ അമ്മച്ചിയമ്മ ഇങ്ങനെ ഇരുന്ന് പൂ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, മാല കെട്ടുകയാണ് അമ്പലത്തിൽ. അപ്പോൾ ഓടിച്ചെന്ന് പുറകിൽ കൂടെ ചെന്ന് അമ്മച്ചിയമ്മയെ കെട്ടിപ്പിടിച്ച് കണ്ണ് കൊത്തി. അപ്പോൾ മുഖം നിറഞ്ഞ് തെളിഞ്ഞ ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചിട്ട് പിന്നെ പണ്ടത്തെ ആളുകൾ അങ്ങനെ വാത്സല്യമൊന്നും കാണിക്കില്ലല്ലോ. ബസ്സിലൊക്കെ കയറി വന്നിട്ട് എന്നെ തൊട്ട് എന്തിനാ, അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂവല്ലേ, പോയി കുളിച്ചിട്ട് വന്നിട്ട് തൊട്ടാൽ മതി എന്നായിരുന്നു ഉടനെ ആദ്യത്തെ ശാസന. ഇതൊക്കെ ഇങ്ങനെ ഓർക്കുന്നു. പിന്നെ വാത്സല്യം മാത്രമായിരുന്നു. ആ കൂട്ടുകുടുംബത്തിൻ്റെ ആ മാധുര്യം മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. പഴയ വീട് അന്ന് തന്നെ, എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വളരെ പഴകിയ വീട്, എങ്കിലും ആൾത്താമസം ഉള്ളതുകൊണ്ട് അതിനൊരു തെളിച്ചമുണ്ടായിരുന്നു. ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. മുന്നേ ഇപ്പുറത്തെ എരുത്തിലുണ്ടായി.